ഓഹോ, അപ്പോൾ ഒരു ട്രിപ്പിന് ശേഷം ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന ശേഷം ആ ഫോട്ടോസെല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിനകത്ത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലും വലിയ ടാസ്ക്. ഒരു ഫോട്ടോയിൽ എഡിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കുറേ സമയം എടുക്കുമല്ലോ, ഒരുപാട് സമയം പോകും. അപ്പോൾ ഇതിനിപ്പോൾ എന്തൊരു വഴി ഉണ്ടാക്കാം. Hey my bubbly mates. ചിരിക, you are smiling. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ചെറിയ സമയത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ സമയം എന്ന് വെച്ചാൽ വളരെ ചെറിയ സമയം കേട്ടോ, ലിറ്ററലി ഒരു 1 മിനിറ്റിനകത്ത് വേണ്ട, ഒരു 30 സെക്കൻഡിനകത്ത് നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാം. 30 സെക്കൻഡിനകത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അതായത് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ലൈക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് മെസ്സേജ് DMs വരുന്നത് ഒരു 60%ഓളം 60% ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ആ എഡിറ്റ് ചെയ്യൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതും സിമ്പിളായിട്ട്. നിങ്ങൾക്ക് ആ ഫോട്ടോസിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് ബിഫോറും ആഫ്റ്ററും തമ്മിലുള്ള ഫോട്ടോസ് കാണുമ്പോൾ തന്നെ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടേ പ്രീസെറ്റ് തരാൻ പോവാണ്. ദാറ്റ് ടു ഫോർ ഫ്രീ. പൈസ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യണ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ചുമ്മാ കയറുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ പ്രീസെറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇപ്പോൾ പറഞ്ഞുതരാം പ്രീസെറ്റ് എന്താണെന്ന്. പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ് സെറ്റ് ചെയ്ത് വെച്ച സാധനം, അതാണ് പ്രീസെറ്റ്. ഓക്കെ, മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചൊരു സംഭവമാണ് ഈ പ്രീസെറ്റ്. എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിൽ എല്ലാ സെറ്റിങ്സും കോപ്പി ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഫോട്ടോ ഇനി ഭാവിയിൽ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ള സെറ്റിങ്സ് മുഴുവൻ കോപ്പി ചെയ്തിട്ട് ഇതിലിട്ടാൽ മതി. അപ്പോൾ ആ ഫോട്ടോ എങ്ങനെ ഇരിക്കുന്നു എഡിറ്റ് ചെയ്ത ശേഷം അതുപോലെ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വരും. ചുമ്മാ കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. അതിന് എത്ര നേരം വേണം, ആ നേരം മതി നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ. സിമ്പിൾ അല്ലേ? സോ വി ഹാവ് 5 പ്രീസെറ്റ്സ്. അതായത് എൻ്റെ 5 തരത്തിലുള്ള പ്രീസെറ്റാണ്. ഓരോ ടൈപ്പിലുള്ള ഫോട്ടോസിന് ഓരോ പ്രീസെറ്റ്. അങ്ങനെ ഒരു 5 ടൈപ്പിലുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് 5 പ്രീസെറ്റ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്പർ 1 ഈസ്തെറ്റിക്. ഈസ്തെറ്റിക് വെച്ചാൽ അറിയാലോ, ഇച്ചിരി വിൻറ്റേജ് ആയിട്ടുള്ള, കുറച്ച് വിൻറ്റേജ് ടൈപ്പ് ആയിരിക്കും. നോട്ട് സോ ഡ്രാമാറ്റിക്, നോട്ട് സോ ക്ലീൻ. കുറച്ച് വെളിച്ചമുള്ള ഫോട്ടോന് ഈ എസ്തെറ്റിക് എഫക്റ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. നമ്പർ 2 മൂഡി. എ ബിറ്റ് ഡാർക്കർ ആയിട്ടുള്ള ഇമേജസിനെ കളർ മാത്രം ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്ന പോലെ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഏത് ഫോട്ടോസിൽ വേണമെങ്കിലും കൊടുക്കാം, ഒരു മൂഡ് ഫീൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്പർ 3 ഈസ് ക്രഷ് എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ക്രഷാണ് കേട്ടോ ആ ഒരു പ്രീസെറ്റ് എന്ന് പറയുന്നത്. എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണ് ക്രഷ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്പർ 4 ഈസ് ഡ്രീമി പോർട്രേറ്റ്. നമ്മളൊരു ഫേസ് ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആൾക്കാരെ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്കിത് അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ ഒരു അടിപൊളി വൈബായിട്ടുള്ള സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്പർ 5 ഫൈനലി ഈസ് ഡാർക്ക് വൈബ്. ഡാർക്ക് ആയിട്ടുള്ള ഫോട്ടോസ് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഡാർക്ക് ആയിട്ടുള്ള ഫോട്ടോസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രീസെറ്റാണ് ഡാർക്ക് വൈബ് പ്രീസെറ്റ്. ബൂം. സോ അപ്പോൾ ഇതാണ് എൻ്റെ 5 പ്രീസെറ്റിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോസിനകത്ത് ഇതുപോലെയുള്ള എഫക്ട്സ് കൊടുക്കുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഫയൽ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഗാലറിക്കകത്ത് എവിടെ വെച്ച് സേവ് ചെയ്യുക, ഫയൽ മാനേജറിനകത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ സാധനം കൊണ്ട് സേവ് ചെയ്തിടുക, ഡൗൺലോഡ് ചെയ്തിടുക, അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ശേഷം നമുക്ക് അഡോബി ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യാം. അഡോബി ലൈറ്റ് റൂം ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് അഡോബി ലൈറ്റ് റൂം സെർച്ച് ചെയ്തെന്ന് വെച്ചാൽ അഡോബി ലൈറ്റ് റൂം കിട്ടും. അപ്പോൾ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണാറ്. അതിൽ താഴെയുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഗാലറി ഓപ്പൺ ആവും. അതിൽ നിന്ന് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത 5 ഫോട്ടോസ് ഉണ്ടല്ലോ, അത് 1 by 1 ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഫോട്ടോയിൽ ടച്ച് ചെയ്യുക, മുകളിൽ ഇങ്ങനെ ടിക്ക് ഉണ്ടാവും, അതിൽ കൊടുക്കുക. വീണ്ടും ഗാലറി ഓപ്പൺ ചെയ്യുക, അടുത്ത ഫോട്ടോയിൽ ടച്ച് ചെയ്യുക, വീണ്ടും മുകളിൽ ടിക്ക് ഉണ്ടാവും, അത് കൊടുക്കുക. അങ്ങനെ ഓരോ ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ ടിക്ക് കൊടുത്തിട്ട് 5 ഫോട്ടോ ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓൾ ഫോട്ടോസിനകത്ത് ഈ 5 ഫോട്ടോസും വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി നമുക്ക് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ മുകളിൽ ഇങ്ങനെ ടിക്ക് അതിലും ഉണ്ടാവും, അതിലും ടിക്ക് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഈ ഫോട്ടോ 5 ഫോട്ടോസിൻ്റെ കൂടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഞാൻ ഇവിടെ എൻ്റെ ഈ ഫോട്ടോനകത്ത് എസ്തെറ്റിക് കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എസ്തെറ്റിക്കിൻ്റെ പ്രീസെറ്റ് ഓപ്പൺ ചെയ്യുക. എസ്തെറ്റിക്കിന് എഴുതിയിട്ടുണ്ടാവും, അതിനകത്ത് മുകളിൽ 3 ഡോട്ട് ഉണ്ടല്ലോ, ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ കോപ്പി സെറ്റിങ്സ് എന്ന് കാണും. കോപ്പി സെറ്റിങ്സിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഈ എസ്തെറ്റിക്കിൻ്റെ എഫക്ട്സ് മുഴുവൻ നമുക്ക് കോപ്പിയായി. ഇനി നമുക്ക് ഏത് ഫോട്ടോയിൽ വേണമെങ്കിലും ഇതുകൊണ്ട് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്ത ഫോട്ടോ എടുത്ത് ഇതിനകത്ത് മുകളിൽ അതേപോലെ തന്നെ 3 ഡോട്ട് ഉണ്ടാവും. ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അതിനകത്ത് പേസ്റ്റ് സെറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ പേസ്റ്റ് സെറ്റിങ്സിൽ കൊടുത്തെന്ന് വെച്ചാൽ കണ്ടോ, ഓഹോ ഷട്ട് ചെയ്യുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്ത് കിട്ടിയില്ലേ, ഇതാണ്
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. സെറ്റല്ലേ? അപ്പോൾ ഇതിൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞ പോലെ ഇല്ലേ, അതിനൊന്നും പേടിക്കണ്ട. താഴെ ക്രോപ്പ് ഉണ്ടല്ലോ, ആ ക്രോപ്പിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് 1:1 എന്ന ഓപ്ഷൻ കാണും ലെഫ്റ്റിൽ. അതിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഒറിജിനലിന് കാണും, ഒറിജിനൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒറിജിനൽ ആ ഫോട്ടോൻ്റെ സൈസ് എത്രയാണെന്നോ ഒറിജിനൽ ആ സൈസിൽ നമുക്ക് കിട്ടും. തകർത്തില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് വേറെ എഫക്ട്സ് കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാലും ഞാനിപ്പോൾ വേറൊരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഫോട്ടോ ഓപ്പൺ ചെയ്തു, മുകളിൽ ടിക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് അത് ഓൾ ഫോട്ടോസിനകത്ത് വന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ മൂടി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂടി ഓപ്പൺ ചെയ്യുക. മൂടി പ്രീസെറ്റ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ മുകളിൽ 3 ഡോട്ടിനകത്ത് ടച്ച് ചെയ്തിട്ട് കോപ്പി സെറ്റിങ്സ് കൊടുക്കുക, ബാക്കിൽ വരിക. എന്നിട്ട് അതേ 3 ഡോട്ടിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ താഴെ പേസ്റ്റ് സെറ്റിങ്സ് ഉണ്ടാവും. പേസ്റ്റ് സെറ്റിങ്സിൽ കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ക്രോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ക്രോപ്പ് 1:1 ഒറിജിനൽ ബൂം. കൊള്ളാമല്ലേ? അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ 5 എഫക്ട്സ് ഉണ്ടല്ലോ. 5 എഫക്ട്സ് വേറെ ഏത് ഫോട്ടോയിൽ കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഡാർക്ക് വൈബ് എന്നുള്ള ഫോട്ടോൻ്റെ എഫക്റ്റ് വേറൊരു ഫോട്ടോയിൽ കൊടുത്ത് നോക്കുകയാണ്, സെറ്റാക്കിയിട്ട്. നൈസ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ എഫക്റ്റ് കൊടുത്ത ശേഷം ഈ ഫോട്ടോ എങ്ങനെ സേവ് ചെയ്യാന്നുള്ളത് അറിയാലോ. ചുമ്മാ മുകളിൽ സേവിൻ്റെ ഒരു ഓപ്ഷൻ കാണുമല്ലോ, അതിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഗാലറിക്കകത്ത് എവിടെ വേണേലും ഈ ഫോട്ടോ സേവ് ചെയ്തിടാം. സോ സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഇനി നമുക്ക് 1 ടച്ചിൽ തന്നെ ഒരു ഫോട്ടോ അടിപൊളിയായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വലുതായിട്ട് ഇങ്ങനെ കൊത്തിയിരുന്ന് എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. താങ്ക് യു ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന്. പിന്നെ നിങ്ങൾ ആ പ്രീസെറ്റ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ നിങ്ങൾ സോഷ്യൽ ഗ്രാം അല്ല ഇൻസ്റ്റാഗ്രാമിനകത്ത്, ഇൻസ്റ്റാഗ്രാമിനകത്തോ ഫേസ്ബുക്കിനകത്തോ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് #SYmates എന്ന് ചെറിയ #, കൊടുക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ആ ഫോട്ടോസൊക്കെ കാണാമല്ലോ. അപ്പോൾ നമ്മുടെ ചെക്കന്മാരല്ല, വി ആർ 1 അല്ലേ? അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ? അപ്പോൾ എനിക്കും കാണാമല്ലോ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ കാണുമ്പോൾ അടിപൊളിയായിരിക്കും, ലൈക്ക് ആ ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ അടിപൊളി കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ബാങ്കർ കണ്ടന്റ്.